ചില ബന്ധങ്ങൾ വിചിത്രമാണ്. ഒരു വശത്തേക്ക് മാത്രം ഒഴുകുന്ന പുഴ പോലെയാണവ. നമ്മുടെ സ്നേഹവും സന്തോഷവും അവർക്കൊരു അരുവിയാണ്. ദാഹം തീർക്കാനും ഉല്ലസിക്കാനും മാത്രം വരുന്ന ഒരിടം. എന്നാൽ നമ്മുടെ ഹൃദയം ഒരു വേനൽക്കാലത്തെ പുഴ പോലെ വറ്റി വരളുമ്പോൾ ഒരു തുള്ളി ദാഹജലവുമായി അവർ തിരിഞ്ഞു നോക്കുക പോലുമില്ല. നമ്മുടെ ചിരിയിൽ അവർ പങ്കുചേരും, നമ്മുടെ നേട്ടങ്ങളിൽ അവർ ആഹ്ലാദിക്കും, നമ്മുടെ സന്തോഷത്തിന് അവർ കൈയടിക്കും. പക്ഷേ നമ്മുടെ കണ്ണീരിന് ഒരു വിലയുമില്ല. നമ്മുടെ ദുഃഖത്തിൽ അവർക്കൊരു സ്ഥാനവുമില്ല. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ മരീചിക പോലെ അകന്നുപോകും. അപ്പോൾ നമ്മെ താങ്ങി നിർത്താൻ മറ്റൊരാൾ എത്തുന്നു. അയാൾ നമ്മുടെ വേദനയിൽ പങ്കുചേരുന്നു, നമ്മുടെ ഭാരത്തിൽ ഒരു പങ്ക് ഏറ്റെടുക്കുന്നു, നമ്മുടെ തളർച്ചയിൽ ഒരു കൈത്താങ്ങാകുന്നു. ഇവിടെയാണ് സ്നേഹത്തിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ തിരിച്ചറിയുന്നത്. സ്നേഹം എന്നത് വെറും വാക്കുകളല്ല, അതൊരു പ്രവൃത്തിയാണ്. അത് കരുതലാണ്, താങ്ങാണ്, തണലാണ്. നമ്മുടെ സന്തോഷത്തിൽ മാത്രം പങ്കുചേരുന്ന സ്നേഹം ഒരു പൂക്കാലം പോലെ താൽക്കാലികമാണ്. എന്നാൽ നമ്മുടെ ദുഃഖത്തിലും കൂടെ നിൽക്കുന്ന സ്നേഹമാണ് കാലത്തെ അതിജീവിക്കുന്ന ഒരു വൻമരം പോലെ ദൃഢമായത്. നമ്മുടെ ഹൃദയം ആരുടെ സാമീപ്യത്തിൽ സുരക്ഷിതത്വം അനുഭവിക്കുന്നുവോ, ആരുടെ കണ്ണുകളിൽ ആത്മാർത്ഥത കാണുന്നുവോ, ആരുടെ കരങ്ങളിൽ താങ്ങനുഭവിക്കുന്നുവോ അവരുടെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. സ്നേഹം യാചിക്കേണ്ട ഒന്നല്ല, അത് അനുഭവിക്കേണ്ട ഒന്നാണ്. നമ്മെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവരുടെ സാമീപ്യം ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നമ്മൾ തിരിച്ചറിയണം. ഒരിക്കൽ നമ്മൾ ഒരു വഴിത്തിരിവിലെത്തും. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ടി വരും, ആരുടെ കൂടെയാണ് എൻ്റെ ഹൃദയം കൂടുതൽ ശാന്തതയും സുരക്ഷിതത്വവും അനുഭവിക്കുന്നത്? ആരുടെ സാമീപ്യമാണ് എനിക്ക് കൂടുതൽ കരുത്ത് നൽകുന്നത്? ആരുടെ സ്നേഹമാണ് നിസ്വാർത്ഥമെന്ന് എനിക്ക് ബോധ്യമുള്ളത്? ഉത്തരം ലളിതമാണ്. നമ്മെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, നമ്മെ സംരക്ഷിക്കുന്നവരെ ചേർത്ത് പിടിക്കുക, നമ്മുടെ ദുഃഖത്തിൽ നമ്മളോടൊപ്പം നിൽക്കുന്നവരെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക. കാരണം യഥാർത്ഥ ബന്ധങ്ങൾ ആഴത്തിലുള്ളതും പരസ്പരമുള്ളതുമാണ്. അവിടെ കൊടുക്കലും വാങ്ങലുമുണ്ട്, പങ്കുവെക്കലുമുണ്ട്, താങ്ങും തണലുമുണ്ട്. സ്നേഹം ഒരു ഭാരമാകരുത്, അതൊരു സന്തോഷമായിരിക്കണം. നമ്മൾ ആരെ സ്നേഹിക്കണം, ആരുടെ കൂടെ നിൽക്കണം എന്നുള്ളത് നമ്മുടെ സ്വന്തം തീരുമാനമാണ്. നമ്മുടെ ഹൃദയത്തിനും മനസ്സിനും സമാധാനം നൽകുന്ന തിരഞ്ഞെടുപ്പുകൾ നടത്തുക. കാരണം ജീവിതം നമ്മുടേതാണ്. സന്തോഷവും സമാധാനവും നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്.